ഈ പാപമോചനത്തിൻ്റെ നല്ല രാവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ തൽക്കാലം ഞാൻ ആഖിറത്തിൻ്റെ കാര്യം അങ്ങ് നിർത്തുകയാണ്. ആഖിറത്തിൻ്റെ കാര്യം തൽക്കാലം അങ്ങ് നിർത്തുകയാണ്. എല്ലാവർക്കും വേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. ഈ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയാമെങ്കിൽ ആളുകൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ വരും, ധാരാളം ആളുകൾ വരും. ദുനിയാവിൽ എന്ത് നേട്ടം നമുക്കുള്ളത്? ഇൻഷാ അല്ലാഹ് പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്ത് നേട്ടം ഉള്ളത് അത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിശദീകരിക്കാം. വളരെ കുറഞ്ഞ സമയം ഇനി ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമുക്ക് എന്ത് ഗുണമാണ് ഈ പാപമോചനം കൊണ്ട് കിട്ടുക? അതുകൊണ്ട് ചോദിച്ചോളി അള്ളാഹുവിനോട്. ഒന്ന്, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വരികയാണ്. നിറഞ്ഞ സദസ്സാണ്. ഹസൻ ബസരി തങ്ങൾ പ്രസംഗിക്കുകയാണ്. ഒരാൾ എഴുന്നേറ്റൊരു ശിഷ്യനെ എഴുന്നേറ്റ് ചോദിക്കുന്നു, തങ്ങളെ, എനിക്ക് സന്താനങ്ങളില്ല, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? മക്കളില്ല. സദസ്സിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, തങ്ങളെ, എനിക്കും മക്കളില്ല, ഞാൻ എന്താ വേണ്ടത്? അള്ളാഹു എനിക്ക് സന്താനങ്ങളെ തന്നിട്ടില്ല. ഒരാൾ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, അത് പോരാ, എനിക്ക് സന്താനങ്ങൾ ഇനിയും വേണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ? വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, തങ്ങളെ, എനിക്കൊരു പരാതിയുണ്ട്. എന്ത് പരാതിയാ നിനക്കുള്ളത്? ദാരിദ്ര്യമാണ്, ഒരു പൈസ കയ്യിലില്ല തങ്ങളെ, എന്നും കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. ആ മനുഷ്യനോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ സഹോദരാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, പാപമോചനം തേടിക്കോ. അയാൾ ഇരുന്നപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റു. എന്നിട്ട് പറയുന്നു, തങ്ങളെ, മഴയില്ലാത്ത കാരണത്താൽ കഷ്ടതയിലാ, വറ്റി വരണ്ട വയലേലകളാ വിണ്ടുകീറി കിടക്കുകയാ. കൃഷി ഇറക്കിയിട്ട് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ, മഴ വർഷിക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് എന്താ ഞാൻ വേണ്ടത് തങ്ങളെ? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അയാളോടും പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. നാലാമതൊരാൾ എഴുന്നേറ്റിട്ട് പരാതിയല്ല പറഞ്ഞത്, സംശയമാണ്. തങ്ങളെ, ഒന്ന് ചോദിച്ചോട്ടെ, അയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു, ഇയാൾക്ക് കടമുണ്ട്, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു, മറ്റേയാൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ 3 പേരും പറഞ്ഞത് 3 കാര്യമാണ്. അവർക്ക് 3 പേർക്കും 3 മറുപടിയല്ലേ കൊടുക്കുക? പക്ഷെ നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണല്ലോ. 3 പേരും പറഞ്ഞ രോഗങ്ങൾ വേറെ. ഒരാൾ വന്ന് ക്യാൻസർ, മറ്റേയാൾ വന്ന് ട്യൂമർ, വേറൊരാൾ വന്ന് പ്രഷർ, മറ്റൊരാൾ വന്ന് ഷുഗർ. ഈ 4 പേർക്ക് കൊടുക്കുന്ന മരുന്നൊന്ന്. എങ്ങനെ ശരിയാവും? അദ്ദേഹത്തിന്റെ സംശയം അതാണ്. 3 പേരുടെയും ആവശ്യം 3 അല്ല തങ്ങളെ, പക്ഷെ അതിന് നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണ്. അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചോ. ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ഞാനല്ല മറുപടി കൊടുത്തത്, അല്ലാഹു ജല്ല ജലാലു പടച്ചതമ്പുരാന്റെ മറുപടിയാണിത്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ വേണോ? പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതെ വിഷമിക്കുന്നവര് അങ്ങ് തമിഴ്നാട്ടിലെ ആറ്റാങ്കരക്കിപ്പുറത്തുള്ള വിജനമായ മരുഭൂമിയിൽ ചെന്നിട്ട് വലിയ പാറപ്പുറത്ത് ഉരുളി കമിഴ്ത്തിയത് കൊണ്ട് മക്കളുണ്ടാവോ? അതാ സമുദായത്തിന്റെ വിശ്വാസം. തമിഴ്നാട്ടിൽ കൊണ്ട് ഉരുളി കമത്തിയാൽ കരുനാഗപ്പള്ളി പാർക്ക് മക്കളുണ്ടാവുമെന്നാണ്. എന്തൊരു മൂഢവിശ്വാസമാണ്. തമിഴ്നാട്ടിലെ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിൽ കൊണ്ടുവന്ന് കരിവള വാങ്ങി തൂക്കിയാൽ, ഒരു തൊട്ടിൽ കെട്ടിയാൽ ഇവിടെ കുഞ്ഞുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരുടെ ലോകം. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഖുർആനും നടുക്ക്, അതിനകത്ത് മരുന്നുണ്ട്. നിങ്ങൾക്ക് മക്കളില്ലാത്തവരെന്നെ കേൾക്കുന്ന പെങ്ങന്മാരുണ്ടോ? നിങ്ങളുടെ സഹോദരിമാർക്ക് മക്കളില്ലാത്തവരുണ്ടോ? പടച്ചവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ്, കഅബാലയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹനെ തന്നെയാണ് സത്യം. ഖുർആൻ നമുക്ക് അല്ലാഹു തന്നത് പ്രിയപ്പെട്ടവരെ വായിക്കാനും പ്രസംഗിക്കാനും ഓതാനും വേണ്ടി മാത്രമല്ല. അതിനകത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന്. സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന്? മക്കളുണ്ടാവുക വലിയ സന്തോഷമാണല്ലോ.
മക്കളുണ്ടാവുക വലിയ ആനന്ദമാണല്ലോ. ഷഹന എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത ക്ലാപ്പനയിലെ ഷമീർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജന്നത്തുൽ ബഖീഇല് സുഡാനിലെയാണെന്ന് തോന്നുന്നു 3 ദിവസം പ്രായമായ ആ കുഞ്ഞിന്റെ മയ്യത്തിനെ തന്റെ നെഞ്ചറ്റം മാറിടത്തിൽ കെട്ടിപ്പിടിച്ച് ജന്നത്തുൽ ബഖീനകത്ത് കിടക്കുന്നല്ലോ സഹോദരങ്ങളെ. നിസാർ നവോദയ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ കരുനാഗപ്പള്ളിക്കാരനാണ് അല്ലേ, ഈ മഹല്ലുകാരനാണ് അല്ലേ, ഈ മഹല്ലുകാരനല്ലേ, അതെ പുത്തൻതരുവോ ഈ നാട്ടുകാരനാണ് നിസാർ നവോദയ. മദീനയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക. 4 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ രാത്രി തറാവീഹ് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ ഞാനൊരു ക്ലിപ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരനായ അനിൽ മുഹമ്മദിന്റെ ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ പറയുന്ന കുട്ടിയുടെ കാര്യം നിങ്ങളൊന്ന് പറയുമോ? ഞാൻ പറഞ്ഞു, ഇതൊരു മാർക്കറ്റല്ലല്ലോ, ആളുകൾ പറഞ്ഞല്ലോ, ഞാൻ ആ പെങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഒന്ന് പറയണം, സമൂഹം അറിയേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല. വേദികൾ പലതും വന്നു, ഞാൻ മിണ്ടിയില്ല. സഹോദരങ്ങളെ, പലരും അതിനെപ്പറ്റി ഇങ്ങനെ വാചാലമായി പറഞ്ഞു. ഇന്നലെ ഇതേ സമയമാകുമ്പോൾ എന്റെ ക്ലാപ്പനയിലെ ഒരു സഹോദരൻ ഫോൺ ചെയ്യുകയാണ്, ഉസ്താദേ ഞാൻ ഷഹന എന്ന് പറയുന്ന പെൺകുട്ടി അറിയോ, മദീനത്തു മരിച്ച ജന്നത്തുൽ ബഖീൽ മറമാടിയ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ വാപ്പയാണ് ഞാൻ. ആ ഷഹനയുടെ വാപ്പയാണ് ഞാൻ. ഉസ്താദിന്റെ പ്രസംഗം വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ മോക്ക്. ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട്. ഞാൻ ഓച്ചറയിലും ക്ലാപ്പനയിലും പുതുത്തെരുവിലുമൊക്കെ ധാരാളം പ്രസംഗിക്കുന്നുണ്ട് കൊല്ലങ്ങളായി. ആ പ്രസംഗം കേൾക്കുന്ന സഹോദരിയാണ്. ഈ വീട് വരെ വന്നൊന്ന് ദ്വാരക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാളെ കരുനാഗപ്പള്ളിയിൽ പരിപാടിയുണ്ട്, ഞാൻ എത്താം. സഹോദരങ്ങളെ, 2 മിനിറ്റ് കഴിഞ്ഞില്ല ഷമീറും വിളിക്കുന്നു, ഭർത്താവ്. ഞാൻ കണ്ടിട്ടില്ല ഈ 2 പേരെയും. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനാണ് ഷഹനയുടെ ഭർത്താവ് ഷമീർ. എനിക്കാണ് മക്കളില്ലാതെ സങ്കടത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവളുമായി എൻ്റെ നായകന്റെ മുമ്പിൽ ചെന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് സന്താനങ്ങളെ തരണേ എന്ന്. എന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ പരസ്പരം സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം, ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം. അവസാനം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു. മക്കളില്ലാത്ത വിഷമത്തോടെ ജന്നത്തുൽ ബഖീൽ സഹാബാക്കള്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ട താബീങ്ങള്, അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമക്കള്, അവിടുത്തെ ഇവിടെ ഭാര്യമാര്, അവരെല്ലാം കിടക്കുന്ന മണ്ണില്, അതേ ബഖീന്റെ മണ്ണില് ആ പ്രിയപ്പെട്ട ഷഹന എന്ന നിങ്ങളുടെ നാട്ടുകാരിയായ പെങ്ങളെ എടുത്തങ്ങോട്ട് ഖബറിലേക്ക് വെക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ദജ്ജാൽ വരാത്ത മണ്ണ്, യജൂജ് മജൂജ് വരാത്ത മണ്ണ്, ആ പവിത്രമായ മണ്ണില് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പൊന്നാര ഹബീബിന്റെ പൊന്നുമക്കളുടെ ചാരത്താ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചത്തേക്ക് മാറിടത്തിലേക്ക് 3 ദിവസം പ്രായമായ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇലാ ഖിയാമത്ത് നാൾ വരെ നിനക്കിവിടെ മക്കളില്ലെങ്കിലും, മണ്ണിന്റെ പുറത്ത് മക്കളില്ലെങ്കിൽ മണ്ണിന്റെ അകത്ത് നീ ഈ കുഞ്ഞുമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചകത്തേക്ക് ഒരു കുഞ്ഞിനെടുത്തു വെച്ച് കൊടുപ്പിച്ചത് അല്ലാഹുവാ. ഇവിടെ തന്നില്ലെങ്കിലും അല്ലാഹു ഖബറിൽ തരും, ഖബറ് തന്നില്ലെങ്കിലും അല്ലാഹു നാളെ പരലോകത്ത് നമുക്ക് തരും. ഇവിടെ കുഞ്ഞുമക്കൾ മരിക്കുന്നവരില്ലേ, ചെറിയ പ്രായത്തിലും മക്കൾ മരിക്കുന്നവരുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മൾ അറിയണം, നമ്മുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോയാൽ, എൻ്റെ സ്നേഹിതൻ അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുന്ന നൗഷാദ് ബാക്കവിയുടെ മകൻ മരിച്ചതാ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരുടെ മക്കൾ മരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ സരസിരിക്കുന്ന പെണ്ണുങ്ങൾ, നിങ്ങളാണുങ്ങൾ ആരുടെയെങ്കിലും മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ടോ? ദുഃഖം സഹിക്കാൻ പറ്റൂല, ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളെ മക്കൾ, നിങ്ങളുടെ മനസ്സ് പറയുന്നതെന്താണ്? പടച്ചവനെ, എൻ്റെ പൊന്നുമോൻ ഞാൻ എത്ര നാള് വളർത്തേണ്ടതാണ്, എത്ര നാള് ഞാൻ പോറ്റേണ്ടതാണ്, എത്ര നാള് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞതെന്തെന്നറിയോ? ചെറിയ പ്രായത്തിൽ മക്കൾ മരണപ്പെടുന്ന ആ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല വാപ്പ, ഏറ്റവും നല്ല ഉമ്മ അള്ളാന്റെ സ്വർഗത്തിൽ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാ.
ഏതാ വാപ്പ എന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന വാപ്പ. ഉമ്മയാരാ? ബീവി സാറാ. സാറാ റളിയല്ലാഹു തആല അൻഹാ ഇസ്ഹാഖ് നബിയുടെ ഉമ്മയല്ലേ? ആ സാറാ ബീവി എന്ന ഭാര്യ ഉമ്മയും ഇബ്രാഹിം നബി എന്ന വാപ്പയും ചെറിയ പ്രായത്തിൽ ദുനിയാവിലും മരിച്ചു പോകുന്ന മക്കളെല്ലാം ആളിച്ച് കളിപ്പിച്ച് സ്വർഗത്തിന്റെ കളിപ്പാട്ടം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാ. എന്നിട്ട് റസൂല് നിർത്തുന്നില്ല. ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് വാപ്പയും ഉമ്മയും മരിച്ചവിടെ എത്തുമ്പോ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാ പൊന്നുമോനെ. സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാണ് പൊന്നുമോള്. എന്നിട്ട് ദുനിയാവിൽ നിന്നും മരിച്ചുപോയ കുഞ്ഞിന്റെ കരുനാഗപ്പള്ളിയിലെ ഉമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇനി വളർത്തിക്കോ, ഇനി നിങ്ങൾ വളർത്തിക്കോ സന്തോഷത്തോടെ. പ്രിയപ്പെട്ടവരെ, മക്കളൊരു വികാരമാണ്. അതില്ലാത്തവനെ അതിൻ്റെ വേദന അറിയൂ. മക്കളില്ലാത്തവർക്ക് ഏതിൻ്റെ വേദന അറിയൂ. സന്താനങ്ങൾ ഇല്ലാത്തവർ എന്തിന് സങ്കടപ്പെടണം? എന്തിന് സങ്കടപ്പെടണം? അല്ല പറഞ്ഞല്ലോ, യഹബുലി മയ്യശാഉ ഇനാസാ വയഹബുലി മയ്യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസാ വയജഅലു മയ്യശാഉ അഖീമാ. അല്ല പറയുന്ന ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും, ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും. ലൂത്ത് നബി ഉദാഹരണമാണ്. ചിലർക്ക് ആൺമക്കളെ മാത്രം കൊടുക്കും. ഇബ്രാഹിം നബി ഉദാഹരണമാണ്. ചിലർക്ക് ആണും പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും. നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അതിന് ഉദാഹരണമാണ്. ചിലര് പ്രസവിക്കാത്ത പെണ്ണുങ്ങളായി പോകുമെന്ന്. അപ്പോഴും നമ്മൾ കരുതണ്ട, എൻ്റെ റബ്ബന്റെ വാതിൽ അടച്ചിടുമെന്ന്. സക്കരിയ നബിയുടെ ഭാര്യ ആഖിറയാണ് എന്ന് പറഞ്ഞ മലടിയാണ്, മച്ചിയാണ്, പ്രസവിക്കാത്ത പെണ്ണ. സക്കരിയ നബി എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ അല്ലാഹു മോനെ കൊടുത്തു. വവഹബ്നാ ലഹു യഹ്യാ. യഹ്യ എന്ന മകനെ കൊടുത്തത് സക്കരിയ നബിക്കാണ്. സക്കരിയ നബിയുടെ തലമുടി നരച്ചു, സക്കരിയ നബിയുടെ എല്ലുകൾ നുരുമ്പിപ്പോയി. ഭാര്യ ആഖിറെന്ന മലടിയായ മച്ചിയായ പ്രസവിക്കാത്ത പെണ്ണ്, യൂട്രസ് ഇല്ലാത്ത പെണ്ണ്. എന്നിട്ടും അല്ലാഹു അവന്റെ ഖുദ്റത്ത്, അജീബായ ഖുദ്റത്ത് കൊണ്ട് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കരുനാഗപ്പള്ളിയിൽ എന്നെ കേൾക്കുന്നവരെ, സന്താനങ്ങളില്ലെങ്കിൽ ഇനിയുള്ള 7 ദിവസമല്ല, മരിക്കുന്ന സമയം വരെയും അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, മക്കളെ അല്ലാഹു തരുമെന്നാണ്. മക്കളെ തരും അല്ലാഹു. ഞാൻ ആയത്തോതി തരാം. അവസാനം രണ്ടാമത് പരാതി എന്താ? രണ്ടാമത്തെ ആളിന്റെ വിഷമം എന്താണ്? തങ്ങളെ ദാരിദ്ര്യമാണ്, ഒരു പൈസ കയ്യിലെടുക്കാനില്ല, 1 രൂപ കയ്യിലെടുക്കാനില്ല, കഷ്ടപ്പാടാണ്. എന്താ ചെയ്യേണ്ടത്? അയാളോടും പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലാനാ. ചോദിക്കട്ടെ സഹോദരങ്ങളെ, പണ്ട് കാലങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്, ഓരോ സദസ്സുകളിൽ ആരാണ് 1 ലക്ഷം കൊടുക്കാൻ തയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോ പല പല കൈകൾ ഇങ്ങനെ പല ഭാഗത്ത് നിന്ന് ഉയരുമായിരുന്നു. ഇന്നാ സ്ഥാനത്ത് 1000 രൂപ കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരും ബഖീലന്മാരായത് കൊണ്ടല്ല, പരമലുദ്ധന്മാരായി ജനങ്ങൾ മാറിയത് കൊണ്ടല്ല, അവരുടെ കയ്യിൽ പൈസയില്ല, ദാരിദ്ര്യമാണ്, കഷ്ടതയാണ്. ഒരാളുടെ കയ്യിലും നയാ പൈസ എടുക്കാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാരം ഖുർആനിലുണ്ട്, പരിഹാരം ഖുർആനിലുണ്ട്. അല്ലാതെ ആരോ പറഞ്ഞതുപോലെ മണി പ്ലാന്റ് എന്നും പറഞ്ഞ് കാട്ടിക്കിടക്കണ ഈ ചവറെല്ലാം കൂടെ വീട്ടിൽ അടുക്കളയിൽ കൊണ്ടുവച്ച പാമ്പ് കയറും. അല്ലാതെ വേറെ മണി പ്ലാന്റ് പോലും, എന്ത് മണി പ്ലാന്റാ, എന്ത് മണി, കുറെ ഏതെങ്കിലും പൊട്ടന്മാരെന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഉജാല കലക്കിയിട്ട് മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ ഉജാല കലക്കി സിറ്റ് ഔട്ടിൽ വെച്ച പട്ടി കയറൂല. ആരോ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു, ഇതിന്റെ 4 സൈഡ് ഉജാല കുപ്പി നിരത്തി വെച്ചിട്ട് അതിന്റെ ഇടയിൽ സുഖമായിട്ട് പട്ടി കിടന്നുറങ്ങുന്നു. ഇതാര് പഠിപ്പിച്ചതാ? എന്ത് മണ്ടത്തരം! ഇതെല്ലാം വിറ്റഴിയുന്ന എവിടെയെന്നറിയോ? പെണ്ണുങ്ങളല്ല. എന്ത് പറഞ്ഞാലും പാവങ്ങൾ വിശ്വസിച്ചോളും, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. ഇതൊക്കെ പൊട്ടന്മാര് പറയുന്നതാ. മണി പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്ന കൊമ്പേറി കയറും, അല്ലാതെ ഒന്നും നടക്കില്ല. പാമ്പ് വീട്ടിൽ വരും. വീട്ടില് ഈ ആഫ്റ്റർ കോവിഡാനന്തര നമ്മുടെ ചില മാറ്റങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങിയത്. ഞാൻ അയല പൊരിക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം, ഞാൻ കടലക്കറി വെക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് പെണ്ണുങ്ങൾ, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ മടിച്ചുകളായി പോയി.
അവർക്ക് നല്ലവരതൊക്കെ വെക്കാൻ അറിയാം, എങ്കിലും യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് കടലക്കറി വെക്കും. കിട്ടുന്നത് അവസാനം ഈ കിഴങ്ങ് കറിയായിരിക്കും. അതാ പ്രശ്നം. അപ്പം ഉണ്ടാക്കും, കിട്ടുന്നത് ഒരട്ടിയാണ്. ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയൊരു കാര്യമാണ് ഈ പറയുന്ന മണി പ്ലാന്റ്. അതല്ല വേണ്ടത്. നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്ക്. മക്കളോട് പല മക്കളെ 100 ഇസ്തിഗ്ഫാറിൽ കുറയാതെ സന്ധ്യാസമയത്ത് ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 എണ്ണം ഇരുന്ന് ചൊല്ല്. വഅഖിദ്ന ബിൽ അനാമിലി, വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ അവിടെ ഇരുന്ന് ഇസ്തിഗ്ഫാർ. തുള്ളി മഴയ്ക്ക് വേണ്ടിയിട്ട്, ഒരു തുള്ളി മഴ പെയ്ത് കാണാൻ വേണ്ടിയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ നമ്മൾ കാത്തിരിക്കാൻ. മഴ അങ്ങോട്ട് പെയ്താൽ എന്തൊരു സന്തോഷമാണ്. ഈ മഴ വർഷിക്കണോ? മഴ വർഷിക്കാൻ എന്താ വേണ്ടത്? മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥാ നിരീക്ഷകർ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് രണ്ടുമല്ലാതെ വേറെ മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. പണ്ടൊരു ജഡ്ജി വാദം കേൾക്കുകയാണ്. വാദി വന്നിട്ട് പറഞ്ഞു ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ ജഡ്ജി പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ പ്രതിക്ക് ദേഷ്യം വന്നു. പ്രതി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിരത്തി. അപ്പൊ ജഡ്ജി പറഞ്ഞു അതും ശരിയാണ്. അപ്പൊ കേട്ടോണ്ടിരുന്ന ആളെ ചോദിച്ചു അത് പിന്നെ എങ്ങനെ ശരിയാവും? അതും ശരിയാണ്, അപ്പുറത്തത് ശരിയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ മഴ പെയ്യും, ഇല്ലെങ്കിൽ പെയ്യൂല. അത് കാലാവസ്ഥ നിരീക്ഷകർ തന്നെ പറയണമെന്നുണ്ടോ? അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി വേറെ, റെസ്പോൺസിബിലിറ്റി വേറെ. നമുക്ക് വേണ്ടത് ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതാ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരല്ല. ഒരാൾ നടന്നു വരുമ്പോ 3 പേര്, 2 പേര്, ഒരാൾ കുഴി കുത്തുന്നു, കുത്തി പോകുന്നു. കുഴി കുത്തുക എന്നല്ലേ പറയുന്നത്. ഞാൻ 6-7 കൊല്ലം ചുറ്റുമുല്ല പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ഭാഷയൊക്കെ അറിയാം അല്ലേ. അപ്പൊ ഈ കുഴി കുത്തി പോവാ. അതിന്റെ പുറകെ രണ്ടാമത്തെ ആള് കുഴി മൂടി വരികയാണ്. നടന്നു വന്ന മൂന്നാമൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? എന്തായി കാണിക്കുന്നത്? ഒന്നുകിൽ നീ കുഴി എടുക്കാതിരിക്കുക, ഇല്ലെങ്കിൽ നീ മൂടാതിരിക്കുക. എന്തായി കാണിക്കുന്നേ? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. എന്താ ഡ്യൂട്ടി? ഞങ്ങൾ 3 പേരാ സാധാരണ ജോലിക്കുള്ളത്, ഇന്നൊരാൾ വന്നിട്ടില്ല. അത് ചോദിച്ചാൽ ആരാ വരാത്തത്? എൻ്റെ ഡ്യൂട്ടി കുഴി കുത്തലാണ്, രണ്ടാമൻ്റെ ഡ്യൂട്ടി തൈ വെക്കലാണ്, മൂന്നാമൻ്റെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടലാണ്. പക്ഷെ ഇന്ന് രണ്ടാമത്തെ ഡ്യൂട്ടിക്കാരൻ വന്നിട്ടില്ല. ആരാ? ഈ തൈ വെക്കുന്നവൻ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ. അതല്ലല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. വരുന്ന തറാവീഹിന് എവിടെയെങ്കിലും ചാരി എന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നു. ഡ്യൂട്ടി ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? കുറച്ച് കഴിക്കണം, എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് മഗ്‌രിബിന് ബാങ്ക് കൊടുത്താൽ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ, സെൻട്രൽ പള്ളിയിൽ, ലൈവൊന്നും അല്ലല്ല, സെൻട്രൽ പള്ളിയിൽ 7 മിനിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മഗ്‌രിബിന് ബാങ്ക് കേട്ട 7 മിനിറ്റ്. ഒരു മുറത്തിലാ കൊടുക്കുന്ന സാധനങ്ങൾ. ഈ നോമ്പ് മുറിയാൻ എന്തെങ്കിലും ഉള്ളി പോയാൽ പോരെ? കഷ്ടപ്പെട്ട് ചുമക്കുമ്പോൾ കഫങ്ങാനം അകത്ത് പോയാൽ നോമ്പ് മുറിഞ്ഞ്. അത്രേ ഉള്ളു നോമ്പെന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാൽ മതി. അത് അജു തന്നെ ആകണമെന്നില്ല, അതൊക്കെ ബറക്കത്താണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാൽ നോമ്പ് തുറക്കും. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് അത് പോരാ. അവര് പറയുന്നത് എന്താണ്? നോമ്പ് തുറ തന്നെ വേണം. അങ്ങനെ മുറത്തിൽ കൊടുത്തു നോമ്പ് തുറ. ആ തുറക്കാൻ മുറത്തിൽ കൊടുത്തു. ഇരുന്നൊരു സൈഡിന് തീറ്റ തുടങ്ങിയ പപ്സ്, പിന്നെന്താണ്, പിന്നെ ഈത്തപ്പഴം, സമൂസ, പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ഐറ്റങ്ങൾ, ആപ്പിള്, കിണ്ണത്തപ്പം. അതൊന്നും ഇവിടെ ഉണ്ടോ? കിണ്ണത്തപ്പം അത് ഇവിടെ വന്നിട്ടില്ല, തിരുവനന്തപുരത്ത് മാത്രമുള്ളതാ. അപ്പൊ കിണ്ണത്തപ്പം, അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ഇത് 7 മിനിറ്റ് 8 മിനിറ്റ് കൊടുത്തു സമയം. എന്നാലും കൈ കെട്ടുമ്പോ കേൾക്കാം ഈത്തപ്പഴം എടുക്കുന്നത് പള്ളിയിൽ നിന്ന്. ഈ 7 മിനിറ്റ് കൊടുത്താലും പോരാ സമയം. അപ്പൊ ഈ നിലയിൽ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കഞ്ഞി പോരാ, ചീനിയും ഇറച്ചിയുണ്ട്. ഇവിടെ ഒന്നും ഇല്ല, ഇല്ലാത്തത് തുടങ്ങല്ലേ കേട്ടോ. അത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചീനി ഇറച്ചിയില്ലെങ്കിൽ അന്ന് നോമ്പ് ഹയാത്തായില്ല. അതെല്ലാം കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് ചീനിയും ഇറച്ചിയും ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാകുന്ന സാധനം അവിടെ കൃത്യമായിട്ടുണ്ടാവണം. ഈ പാവപ്പെട്ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും. അപ്പോഴാണ് ഇഷായിന്റെ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ചോദിക്കും അളിയാ 8 എവിടെ ഉണ്ട്? 8 എവിടെ ഉണ്ട്? നമുക്ക് അവിടെ പോയാലോ? കാരണം വയ്യ, ഇന്ന് ക്ഷീണമാണ്. 20 തന്നെ പോയെന്ന് പാടാ. അപ്പൊ നമുക്ക് 8 പോയാലോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിക്കേണ്ടത് 2 നേരം കഴിക്കാനാണ് നമ്മളോട് നോമ്പിന് പറഞ്ഞത്. 1 നോമ്പ് തുറക്കുന്ന സമയം, 2 അത്താഴം.
തറാവി കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കഴിപ്പൊന്നും ദീനിലില്ല, വേണമെങ്കിൽ കഴിച്ചോളി, ദീനിലില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട, പട്ടിണി കിടന്ന് മരിക്കണ്ട, ആവശ്യമുള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നിലയിൽ ഭക്ഷണം അങ്ങോട്ട് നമ്മൾ കഴിച്ച് റാഹത്തായി എല്ലാ നിലയിലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങോട്ട് നല്ല പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മഴയെന്ന് പറയുന്ന സംഗതിയില്ലാതെ, മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഖുർആനിലും വരുന്നുണ്ട്. അത് ഡ്യൂട്ടിയായിട്ട് ചെയ്താൽ പോരാ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. അല്ലാതെ ഒരു ഡ്യൂട്ടി നിർവഹിക്കുക, തറാവീഹിന് ചേർന്ന് നിസ്കരിക്കുക, തറാവീഹിന് ചുവര് ചേർന്ന്, എന്തിനാണിത്? നമുക്ക് കഴിയുമെങ്കിൽ ആരോഗ്യത്തോടെ നിസ്കരിക്കുക. ഞാൻ ഇന്ന് വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളടുത്ത്, ഞാൻ സുഹൃത്തുക്കളടുത്ത് പറഞ്ഞ കാര്യമാണ്, എന്തിനാണ് ഇന്നപ്പോഴത്തെ സമയമില്ല, 3 റക്അത്ത് കരിച്ചിട്ട് പോവാ. എന്തിന്? അള്ളാഹ്ക്ക് എത്ര ദാരിദ്ര്യമുണ്ടോ? നിനക്ക് പറ്റുമെങ്കിൽ നിസ്കരിക്കുക. നീ എന്തിന് അള്ളാഹ്ക്ക് 3 റക്അത്ത് കൊടുക്കാൻ നിൽക്കുന്നേ? നിന്നോട് പറഞ്ഞ നിസ്കാരം നീ കൃത്യമായിട്ട് നിർവഹിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ നിങ്ങളൊന്ന് നിർവഹിച്ചു നോക്കിയേ, അള്ളാഹു താല നമുക്ക് മഴ തരും. അല്ലാതെ മഴ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ചെയ്താലും എൻ്റെ പ്രിയപ്പെട്ടവരെ മഴ കിട്ടൂല. അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നുണ്ട്, മഴ പെയ്യും പെയ്യാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ മരുന്നുണ്ട്. ആ മരുന്ന് ഇസ്തിഗ്ഫാറ. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ആ സമയമാണ് ഇസ്തിഗ്ഫാറിനെ പറ്റിയിട്ട് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത്. ഇതെന്റെ വാക്കല്ല, അല്ലാഹു പറഞ്ഞതാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും ഇദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹ് പറയുകയാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. കാരണം ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു വല്ലാതെ പാപം പൊറുക്കുന്നവനാ. അല്ലാഹു നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ലാഹ് പൊറുത്തു തരുന്നവനാ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾക്ക് ആകാശ ലോകത്തിൽ നിന്ന് സമൃദ്ധമായി മഴ പെയ്യിപ്പിച്ച് തരുകയും ചെയ്യുന്നതാ. വയുംദിദുക്കും ബിഅംവാൽ, നിങ്ങൾക്ക് ധാരാളം സമ്പത്തല്ല തരുന്നതാ. വബനീ, ഒരുപാട് സന്താനങ്ങളെ റബ്ബ് തരുന്നതാ. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് ധാരാളം തോട്ടങ്ങളും അരുവികളും സർവ്വ സംവിധാനങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാ. എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് അല്ലാഹു തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതല്ല പരിചയപ്പെടുത്തുന്നു. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. അതുകൊണ്ട് കരുനാഗപ്പള്ളിക്കാരാ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാ. അല്ലാഹു പ്രത്യേകിച്ച് തന്ന മാസമാണ് റമളാൻ. അതിൽ പൊതുവേ റമളാൻ നമ്മൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ രണ്ടാമത്തെ 10 പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറിന്റെ 10ആണ്, പാപമോചനത്തിന്റെ 10ആണ്. അല്ലാഹു നമുക്ക് നന്നായിട്ട് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, മൂന്നാമത്തെ 10 വരാനിരിക്കുകയാ. സഹോദരങ്ങളെ, ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ 10 കടന്നു വരുന്നുണ്ട്. അത് നരകമോചനത്തിന്റെ 10ആണ്. ഞാൻ ആമുഖം പറഞ്ഞപ്പോൾ നിങ്ങളെ ഉണർത്തിയല്ലോ. നരകമോചനത്തിന്റെ 10 എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോപം കൊണ്ട് നിറയ്ക്കപ്പെട്ട നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തന്ന പുണ്യമായ 10ആണ്. ആ നരകം സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ശൈത്താനാണ്. ആ ശൈത്താനിൽ നിന്നുണ്ടാകുന്നത് കോപമാണ്. ഇന്നൽ ശൈത്താന ഖുലിക മിനന്നാർ, ശൈത്താൻ പടയ്ക്കപ്പെട്ടത് തീ കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു അൽ ഗളബു മിനശ് ശൈത്താൻ, കോപം ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ഫൽയതവല്ല, അവന് ഒളുവ് ചെയ്തു കൊള്ളട്ടെ.
കാരണം വെള്ളത്തെ തീയ വെള്ളമേ കെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിന്റെ അവസാനത്തെ 10 നരകമോചകരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണമെങ്കിൽ, അള്ളാന്റെ കോപത്തിന് ഇരയാകാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള മാർഗമേതെന്നറിയോ? ആരോട് കോപിക്കാതിരിക്കുക, ആരോടും ദേഷിക്കാതിരിക്കുക. 3 വട്ടം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞ സഹാബി വര്യനോട്, എന്താ റബിയേ എനിക്കൊരു ഉപദേശം തരൂലേ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞതിലാ തഗ്ലബ്, കോപിക്കല്ലേ. വീണ്ടും വന്നു, നബിയേ വേറെന്തെങ്കിലും ഉപദേശമുണ്ടോ എന്ന അർത്ഥത്തിലാവുന്നത്. അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, ലാ തഗ്ലബ്, കോപിക്കല്ലേ. 3ാമത്തെ പ്രാവശ്യവും വന്നു. ആ സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞതിലാ തഗ്ലബ്, കോപിക്കല്ലേ. സഹോദരങ്ങളെ, കോപമെന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാൻ മെനക്കെടുവോ? ആരോടാ കോപമില്ലാത്തത്? ഭാര്യയുടെ വീഴ്ചകൾ കണ്ടിട്ട് കോപിക്കുന്ന ഭർത്താവേ, എങ്ങനാണ് അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക? പള്ളിയിൽ ഉസ്താദിൽ നിന്നോ, അല്ലെങ്കിൽ പള്ളിയിലെ മുഅദ്ദിനിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളായ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്തെങ്കിലും വീഴ്ചകൾ കാണുമ്പോ വിട്ടുവീഴ്ച മനോഭാവത്തോടെ കോപിക്കാതെ ദേഷിക്കാതെ മാപ്പ് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ? എന്നാ നരകമോചനത്തിന്റെ പത്തിൽ അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകന് മുഖ്ബിറേ സാദിഖുൽ മസ്ദൂഖ്, നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദര, ആമുഖം പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പടച്ചവൻ തന്നതാണ് റമളാൻ. അതുകൊണ്ട് 3 സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിച്ചിട്ട് ആ കടമകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശവ്വാൽ മാസം 1-ാം തീയതി അഥവാ പെരുന്നാളിന്റെ ദിവസത്തിൽ ഞാനും നിങ്ങളും വരുന്നത് എങ്ങനെയെന്നറിയോ? എന്താണ് ആ പെരുന്നാളിന്റെ പേര്? എന്താ നമ്മൾ കാണാൻ പോകുന്ന, നേരിടാൻ പോകുന്ന പെരുന്നാളിന്റെ പേരെന്താ? എന്ത് പെരുന്നാളാ? നിസ്കാരത്തഴമ്പ് പുരികത്തായ നമ്മുടെ ഈ ഏരിയയിലൊക്കെ മൈക്ക് വയ്ക്കുന്ന ആളാ, അതുകൊണ്ട് നമ്മൾക്ക് പറയാത്. എന്ത് പെരുന്നാളാ വരാൻ പോകുന്നേ? തിരുവനന്തപുരത്ത് ഈദുൽ ഫിത്തറാണ്. ഇവിടെ എങ്ങനെ തന്നെ? ശരി, ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്ന് നമ്മൾ പറയുന്ന ഈ പെരുന്നാളിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ്? ഞാൻ നിർത്തി. ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളെന്ന് നമ്മൾ അർത്ഥം വയ്ക്കുന്നു. ആ അർത്ഥം തെറ്റാണ്. ഈദുൽ ഫിത്തർ എന്നതിന് ചെറിയ പെരുന്നാൾ എന്ന അർത്ഥമില്ല. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്ര, അതാണ് ഈദുൽ ഫിത്തർ. അൽ ഔദ് എന്ന് പറഞ്ഞാൽ മടക്കം, ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി. ഏത് ശുദ്ധ പ്രകൃതി? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും പ്രസവിക്കപ്പെടുന്ന ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലോ കരുനാഗപ്പള്ളി പേൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്. ആ മാതാപിതാക്കളാണ് നസ്രാണിയാക്കുന്നത്, മാതാപിതാക്കളാണ് മജൂസിയാക്കുന്നത്, മാതാപിതാക്കളാണ് യഹൂദിയാക്കുന്നത്, മാതാപിതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്, മാതാപിതാക്കളാണ് കോൺഗ്രസ് ആക്കുന്നത്, മാതാപിതാക്കളാണ് ലീഗ് ആക്കുന്നത്, മാതാപിതാക്കളാണ് SDP ആക്കുന്നത്, മാതാപിതാക്കളാണ് മുസ്ലിം ആക്കുന്നത്, മാതാപിതാക്കളാണ് തബ്ലീഗാരനാക്കുന്നത്, മാതാപിതാക്കളാണ് സുന്നിയാക്കുന്നത്, മാതാപിതാക്കളാണ് മുജാഹിദാക്കുന്നത്, മാതാപിതാക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയാക്കുന്നത്, മാതാപിതാക്കളാണ് ഇതൊന്നിലും പെടാത്തതാക്കുന്നത്. എന്തുകൊണ്ട്? ശുദ്ധ പ്രകൃതിയിൽ പച്ചവെള്ളം പോലെ പുറത്തേക്ക് വരുന്ന കുഞ്ഞ് മാതാപിതാക്കൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിലൂടെ കുഞ്ഞു മാറുന്നു. അപ്പോ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ ആ നിമിഷത്തെയാ പറയുന്നത്. അപ്പോൾ പെരുന്നാൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈ 30 ദിവസം 3-10 കാരുണ്യം, പാപമോചനം, നരകമോചനം ഒക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് വരുന്നത് എങ്ങനെയാണ്? അൽ ഔദു ഇലൽ ഫിത്ര, ഉമ്മ പ്രസവിച്ച ദിവസത്തിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ല, ഒരു പാപവും ഇല്ല.
പെരുന്നാളിൻ്റെ അന്ന് ഉച്ചഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ കേരടി വണ്ടിയുടെ പുറകിലെന്നും പറഞ്ഞിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയാൽ അവിടെ മുതൽ തുടങ്ങുകയാണ് അടുത്ത പരിപാടി. അപ്പോൾ അതുകൊണ്ട് 30 ദിവസക്കാലം നമ്മളുടെ ഈ കർമ്മമണ്ഡലങ്ങൾ എത്രത്തോളം സംശുദ്ധമാകുന്നുണ്ടോ ആ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് അല്ലാഹു സമ്മാനിക്കുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വമാണ്. ആ സുരക്ഷിതത്വം പേറി ഒരു നവോന്മേഷത്തോടെ ഒരു പുതുജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. കാര്യമായ രീതിയിലൊരു സംഭാവന നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് 3 ക്ലാസ്സുകളെ നമുക്കുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ബൈക്ക് കൊണ്ടുവയ്ക്കണമെങ്കിലും തറവാടക കൊടുക്കണം. ഇത് 2 മണിക്കൂർ നല്ല നിലയിൽ ഫാനും ഉണ്ട്, എല്ലാ നിലയിലും ചൂടടിക്കാത്ത സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അൽഹംദുലില്ലാ, ഒട്ടും കുറയ്ക്കേണ്ട നല്ലൊരു സംഭാവന ഈ ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സ്വതക്കകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.